ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾ കുറെ കാലമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ലിറ്റ് ലാബ് ലേണിംഗിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്? കാരണം ഫോറിൻ യുജിക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ഒരു സാമ്പിൾ എന്ന് പറയാൻ പോലും ഒന്നും സംഭവമില്ല. ആകെ സിലബസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളത്. എങ്ങനെ ലിറ്റ് ലാബ് ലേണിംഗ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ നേരിടുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറെ ആളുകൾ നമ്മൾ ചോദിക്കുന്നതാണ്. സോ നമ്മൾ വിചാരിച്ചു നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളെ സിലബസ് ഉണ്ടല്ലോ, നിങ്ങളെ സിലബസിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാന്നുള്ളത്. നിങ്ങളെ റെഗുലേഷൻസും അതുപോലെ തന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അതിന് തന്നെ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് അതിന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത്, ഐ മീൻ ഓരോ കട്ട് ഓഫ് ചെയ്ത് മൊഡ്യൂൾ വൈസിൽ ഓരോ ടോപ്പിക് സബ് ടോപ്പിക് ബേസ് ആയിട്ടൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഷെഡ്യൂൾ ചെയ്യും, അതിനെ ചാർട്ട് ചെയ്യും. അങ്ങനെ ചാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 15 വർഷത്തെ, ശ്രദ്ധിച്ച് കേൾക്കുക, അതായത് 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുക്കും. അങ്ങനെ എടുത്തിട്ട് ഈ പറഞ്ഞ ഓരോ ടോപ്പിക്സിലും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പേപ്പർ ഏതോ ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ പഠിക്കുന്ന പേപ്പർ ഒന്നും ആയിരിക്കില്ല ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷെ ഏത് പേപ്പർ ആണെങ്കിലും 15 വർഷമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫ്രീക്വന്റ്ലി ചോദിച്ച ടോപ്പിക്സ് ഏതാണ്, ഏത് ഏരിയയിൽ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, അതിന്റെ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ നമ്മളെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അക്കാദമിക് തന്നെയാണ്, നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള അക്കാദമിക് ടീമാണ് നമ്മുടെ ഏറ്റവും വലിയ എനർജി. നമുക്ക് ഏകദേശം 80ഓളം വരുന്ന വലിയൊരു അക്കാദമിക് ആണ് ലിറ്റ് ലാബ് ലേണിംഗിൽ ഇപ്പോൾ നിങ്ങളെ ഈ പേപ്പേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ സെം ഡേ ബൈ ഡേ വലുതായും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിറ്റ് ലാബിന്റെ അക്കാദമിക് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന ആ ഒരു വിങ് മാത്രം 80ലധികം സ്റ്റാഫ് ലിറ്റ് ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഓരോ സിലബസിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ഏത് രീതിയിലാണ് വരിക, ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ്, കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തതിനു ശേഷം സിലബസ് വെച്ച് ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യും. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്തിട്ടുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞുള്ള കുറെ റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്. ആ റെഫറൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അക്കാദമിക് വിങ്, നമ്മൾ എക്സ്പേർട്ട് ടീം എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ കരിക്കുലം ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ സിലബസിനൊപ്പം കുറച്ചാണ്, നമുക്ക് ചില പേപ്പേഴ്സിനൊക്കെ ഉണ്ട്, എല്ലാത്തിനും ഇല്ല, ചിലതിനൊക്കെ ഉണ്ട്. ആ ഉള്ളത് ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഇതിന്റെ നമ്മൾ എഐന്റെ സപ്പോർട്ട് നമ്മൾ നേടും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മളെ മെന്റേഴ്സ് ആയിട്ടും നമ്മളെ അഡ്വൈസേഴ്സ് ആയിട്ടും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ആളുകളൊക്കെ പ്ലസ് നമ്മുടെ ഓരോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സുമായിട്ടും ഈ സിലബസ് നിർമ്മിച്ച കമ്മിറ്റിയിലുള്ള ഒരുപാട് ആളുകളായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി വിങ്, നമ്മുടെ അക്കാദമിക് വിങ് എന്ത് ചെയ്യും, സംസാരിക്കും, അവരോട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെയാണ് ലിറ്റ് ലാബിന്റെ ഓരോ ക്വസ്റ്റ്യൻ ബാങ്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് അനലൈസ് ചെയ്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഓരോ അക്കാദമിക് ടീമും ഓരോ ടീം മെമ്പേഴ്സും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ രീതിയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ടീം തന്നെ അതിന് 2-3 തവണ വീണ്ടും അനലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കൂടെ തരുന്നുണ്ട്, വെറും ക്വസ്റ്റ്യൻസ് മാത്രമല്ല. അപ്പൊ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ തന്നെയാണോ, ഈ ആൻസർ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കാദമിക് വിങ്, നമ്മുടെ ടീം അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കുള്ള ഓരോ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് വെറും ഒരു അക്കാദമിക് എക്സലൻസ് അഥവാ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഒരു 4 വർഷത്തെ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. അതാണ് ലിറ്റ് ലാബ് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ലിറ്റ് ലാബ് ലേണിംഗ് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ അതാണ്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ
പാത്ത് വേ ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. കരിയറിൽ ലൈഫിൽ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. സോ നമുക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, കം ആൻഡ് ജോയിൻ വിത്ത് ലിറ്റ് ലാബ്. കാരണം അത് നിങ്ങളുടെ കരിയറിന് നിങ്ങളുടെ ലൈഫിന് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാൻ വെറുതെ തള്ളുന്നതല്ല അല്ലെങ്കിൽ വെറുതെ പറയുന്നതല്ല, നമ്മോടൊപ്പം പഠിച്ച സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിന്റെ പുറത്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് വേണോ, അതെല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. അതിന് നമ്മൾ എക്സ്പേർട്ട് മെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ മെന്റേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 24/7 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഓരോ മെസ്സേജിനും കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഒറ്റ കാര്യം പറയാനുള്ളൂ, കം ആൻഡ് ജോയിൻ ലിറ്റ് ലാബ്. താങ്ക് യു.